ഹലോ ഗൈസ്, ഇന്ന് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സൂക്ഷ്മമായിട്ടൊന്ന് എൻ്റെ മുഖം പരിശോധിച്ചപ്പോഴാണ് കുറേ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈയിടെയായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല, കാരണം സമയം കിട്ടാറില്ല എന്നതാണ് വാസ്തവം. കിട്ടുന്ന സമയത്താണെങ്കിലോ ഞാൻ എന്തെങ്കിലും കൊനഷ്ട പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഒരെണ്ണം. ഇത് ഉച്ച മുതലേ ഞാൻ തുടങ്ങിയതാണ്. ബീബു ഇടയ്ക്കിടയ്ക്ക് വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരമാണ് ഫിനിഷ് ചെയ്തത്. ഈ ഒരു പാറ്റേൺ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. ബീബു ഇതേ ഫുൾ അലമ്പായിരുന്നു, കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. എന്തിനാണ് കരയുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത് അവൻ ഫുഡ് കഴിക്കാറില്ല. ഫുഡ് വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. എന്നിട്ട് കിടന്ന് ബഹളവും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പാൻറ് ഇട്ടിരുന്നത് മാറ്റിയിട്ട് ഷോർട്സ് ആക്കി കേട്ടോ. ഞാനിട്ടിരുന്ന പാൻറ്റിൽ കൂടെ മുള്ളി ഗൈസ്. പിന്നെ നമ്മൾ ഈ കുട്ടികളുള്ള വീട്ടിലുള്ളിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ലതായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എയർ ഫ്രഷ്നർ ഇങ്ങനെ അടിച്ച് കളിക്കായിരുന്നു. ഇത് എയർ ഫ്രഷ്നർ അല്ല കേട്ടോ, ഇത് നമ്മുടെ പ്ലാന്റ്സിന് ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ലൈവ് പ്ലാന്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതായി പോകത്തില്ല. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. ചേട്ടനാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാനത് ഏറ്റു വാങ്ങി കേട്ടോ. ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണ്. ഇത് കൊണ്ടുവച്ചതിന് ശേഷം വലിയ ലക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേണിൽ ഞാൻ വേറൊരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മെഷീനാണെങ്കിൽ ഒട്ടും സ്മൂത്ത് അല്ല കേട്ടോ. എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ചേക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. അപ്പം ഞാൻ ട്രൈ ചെയ്ത ഡ്രസ്സിൻ്റെ പാറ്റേൺ ഇതാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പ്രോഡക്റ്റിനായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.